നമസ്കാരം. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ബ്രിട്ടീഷ് ശതകോടീശ്വരൻ മൈക്ക് ലിഞ്ചും മകളും ഉൾപ്പെടെയുള്ളവർ മരിച്ച നൗക അപകടത്തിൽപ്പെട്ട കപ്പലിൻ്റെ ഇപ്പോഴത്തെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. ലോകപ്രശസ്തനായ ഒരു ഇറ്റാലിയൻ ഫോട്ടോഗ്രാഫറാണ് ഈ നൗകയുടെ ചിത്രങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഒരു കാലത്ത് അത്യാഡംബരത്തിൽ സഞ്ചരിച്ചിരുന്ന ഈ കപ്പൽ ഇപ്പോൾ മത്സ്യങ്ങളുടെ ആവാസ കേന്ദ്രമായി മാറിയിരിക്കുന്നു എന്നാണ് ഇതിലെ ചിത്രങ്ങൾ കാണിക്കുന്നത്. മാത്രമല്ല, ഈ കപ്പലിനെ മൊത്തത്തിൽ കടൽ പായൽ മൂടിയിരിക്കുകയാണ്. കപ്പലിൻ്റെ പേര് ഇപ്പോഴും വളരെ വ്യക്തമായി തന്നെ സ്വർണ്ണാക്ഷരങ്ങളിൽ കുറിച്ചത് കാണാനും കഴിയും. ബയേസിയാൻ എന്നായിരുന്നു ഈ ഒരു ആഡംബര നൗകയുടെ പേര്. ആഡംബരത്തിൻ്റെ അവസാന വാക്ക് തന്നെയായിരുന്നു ഈ ഒരു ആഡംബര നൗക. മാത്രമല്ല, കോടിക്കണക്കിന് പൗണ്ട് ചെലവിട്ടാണ് ഈ നൗക ലിഞ്ച് സ്വന്തമാക്കിയിരുന്നത്. അദ്ദേഹവും മകളും സുഹൃത്തുക്കളും ഉൾപ്പെടെയുള്ളവർ നടത്തിയ ഒരു ഉല്ലാസയാത്രക്കിടയിലാണ് കൊടുങ്കാറ്റിൽപ്പെട്ട് ഈ കപ്പൽ മെഡിറ്ററേനിയൻ സമുദ്രത്തിൽ മുങ്ങിപ്പോയത്. ഒരു മത്സ്യബന്ധന ഗ്രാമത്തിന് സമീപം നിർത്തിയിട്ടിരിക്കുകയായിരുന്നു കപ്പൽ. പെട്ടെന്ന് 100 മൈൽ വേഗത്തിൽ കൊടുങ്കാറ്റടിച്ചതിനെ തുടർന്നാണ് കപ്പൽ ഒരു വശത്തേക്ക് ചരിച്ചത്. ലോകത്തെ ഏറ്റവും പൊക്കം കൂടിയ കൊടിമരമുള്ള കപ്പലും ഈ ബയേസിയാൻ തന്നെയായിരുന്നു. അതേസമയം ഈ കപ്പലിൻ്റെ അപകടത്തിൻ്റെ കാരണങ്ങളെക്കുറിച്ച് കപ്പലിൻ്റെ നിർമ്മാതാക്കളോട് പിന്നീട് വിശദീകരണം തേടിയപ്പോൾ അവർ പറഞ്ഞത് ജീവനക്കാരുടെ അശ്രദ്ധ കൊണ്ടാണ് സംഭവിച്ചതെന്നാണ്. കപ്പലിൻ്റെ പിറകുവശത്തുള്ള വലിയൊരു ഭാഗം തുറന്നു കിടക്കുകയായിരുന്നുവെന്നും പെട്ടെന്ന് കൊടുങ്കാറ്റുണ്ടായപ്പോൾ ഇതിലൂടെ വെള്ളം കപ്പലിനുള്ളിലേക്ക് ഇരച്ചു കയറി എന്നുമാണ് അവർ വിശദീകരിക്കുന്നത്. എന്നാൽ അന്വേഷണ സംഘം ഇതിനോട് പൂർണ്ണമായും യോജിക്കുന്നില്ല. കാരണം ഇപ്പോൾ കാണുന്ന ചിത്രങ്ങളിലൊക്കെ തന്നെ ഈ കപ്പലിൻ്റെ പിറകുവശത്തുള്ള ഈ പറയുന്ന വലിയ വാതിൽ ഇപ്പോഴും അടഞ്ഞു തന്നെയാണ് കിടക്കുന്നത്. പിന്നെ എങ്ങനെയാണ് കപ്പൽ മുങ്ങിയത് എന്നുള്ളത് സംബന്ധിച്ച് ഇപ്പോഴും അന്വേഷണം നടക്കുകയാണ്. മൈക്കൽ ലിഞ്ചും 18 വയസ്സുകാരിയായ മകൾ ഹെന്നയും മറ്റ് 5ഓളം സുഹൃത്തുക്കളുമായിരുന്നു ഈ അപകടത്തിൽ നിന്ന് മുങ്ങി മരിച്ചത്. ഇറ്റാലിയൻ സർക്കാർ ഇപ്പോഴും അന്വേഷണം തുടരുകയാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കപ്പലിൻ്റെ ക്യാപ്റ്റനും ചീഫ് എഞ്ചിനീയറും ഉൾപ്പെടെയുള്ളവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇവരുടെ പേരിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം മാസിമോ സെസ്റ്റീനി എന്ന പ്രശസ്തനായ ഇറ്റാലിയൻ ഫോട്ടോഗ്രാഫറാണ് ഈ കപ്പലിൻ്റെ അടിഭാഗത്തുള്ള ചിത്രങ്ങളൊക്കെ എടുത്തിരുന്നത്. പക്ഷേ ഇപ്പോഴുണ്ടായിരുന്നിരുന്ന കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇറ്റലിയിലെ ഒരു തണുത്തുറഞ്ഞ തടാകത്തിൽ മുങ്ങി മരിച്ചു എന്നുള്ളതാണ്. മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു മാസിക നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നത് ഈ കപ്പൽ അപകടത്തിൽ ദുരൂഹതയുണ്ട് എന്നാണ്. അത് വ്യക്തമായി അന്വേഷിക്കണം എന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോൾ കപ്പൽ മുങ്ങിപ്പോയ മത്സ്യബന്ധന മേഖലയിലെ നാട്ടുകാരൊക്കെ തന്നെ ഈ കപ്പലിനെ ഒരു ശാപമായിട്ടാണ് കണക്കാക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോൾ ഈ തീരത്ത് അടിഞ്ഞു കിടക്കുകയാണ്. 20 മില്യൺ പൗണ്ട് ചെലവഴിച്ചാണ് ഇവിടെ ഇപ്പോൾ ഇത് നീക്കം ചെയ്യുന്നതിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇതിൻ്റെ ജോലികൾക്കയറ്റിയ ഡച്ച് പൗരനും കഴിഞ്ഞ ദിവസം അപകടത്തിൽപ്പെട്ട് മരിച്ചിരുന്നു. ഇതേ തുടർന്ന് കടലിനടിയിലേക്ക് ഡൈവർമാരെ അയക്കുന്ന പരിപാടി ഇതിൻ്റെ രക്ഷാപ്രവർത്തനം നടത്തുന്ന കമ്പനി നിർത്തിവെച്ചിരിക്കുകയാണ്. ഇനി മുതൽ റോബോട്ടുകളെ ഉപയോഗിച്ച് മതി ഇനിയുള്ള അങ്ങോട്ടുള്ള അന്വേഷണം എന്നാണ് കമ്പനി തീരുമാനിച്ചിട്ടുള്ളത്. ഏതായാലും ബയേസിയാൻ എന്ന ഈ ലോകത്തെ ഒരുപക്ഷെ ഏറ്റവും ആഡംബരം നിറഞ്ഞ ഈ കപ്പൽ മുങ്ങിയത് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും ദുരൂഹത തന്നെയാണ് ബാക്കി നിൽക്കുന്നത്. ലിഞ്ചിൻ്റെ ഭാര്യയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് നിയമകാര്യങ്ങളൊക്കെ തന്നെ നോക്കി നടത്തുന്നത്. അവരും ഇക്കാര്യത്തിൽ അന്വേഷണം നിരന്തരമായി ആവശ്യപ്പെടുകയാണ്. എങ്ങനെയാണ് ഈ കപ്പലിന് അപകടമുണ്ടായത് എന്നുള്ളത് ഈ കപ്പൽ നിർമ്മിച്ച സ്ഥാപനം ഇപ്പോഴും കൃത്യമായൊരു ഉത്തരം നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു വിചിത്രമായ കാര്യം. ഒരു കാരണവശാലും മുങ്ങാൻ സാധ്യതയില്ലാത്ത കപ്പൽ എന്നാണ് അവർ ഇതിനെ പലകുറി വിശേഷിപ്പിച്ചിരുന്നത്.